തീറ്റ മത്സരം ഇന്ന് എല്ലാവർക്കും സ്വാഗതം. ഏ ഇത് കൊള്ളാലോ. ഹായ്, പുല്ലും ക്യാരറ്റും. കുട്ടാ, കേളിച്ചേട്ടനും സംഘവുമാണല്ലോ നടത്തിപ്പ്. ഹിഹി, കലൂലു എത്തിയില്ലോ. എടാ കലൂലു, എല്ലാവരും തീറ്റ മത്സരത്തിൽ പങ്കെടുക്കണം എന്നാ തിരുമേനിയുടെ കൽപ്പന. അതിനെന്താ കേളിച്ചേട്ടാ? എന്തോ ചതി ഉണ്ടല്ലോ. ക്യാരറ്റിൽ വല്ല വിഷവും ചേർത്തിട്ടുണ്ടോ? ഇതാ മത്സരം തുടങ്ങിക്കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ അകത്താക്കുന്നവർ ട്രോഫി നേടുന്നതാണ്. ഹാ ഹാ ഹാ, ഉഗ്രൻ മത്സരം. ഏതായാലും തിന്നുന്നതായി അഭിനയിക്കാം. എല്ലാവരും വെട്ടി വിഴുങ്ങുകയാണല്ലോ. ഇന്നത്തെ മത്സരത്തിൽ പൊന്നുമാനും മിന്നുമുയലും ജയിച്ചിരിക്കുന്നു. കൊള്ളാം. ക്യാരറ്റിൽ വിഷമൊന്നുമില്ലല്ലോ, പിന്നെ എന്താ ഇവരുടെ പ്ലാൻ? കലുലു, സമ്മാനം കിട്ടി, പക്ഷെ ഒരടി നടക്കാൻ വയ്യ. എനിക്കും. ഹമ്പടാ, അപ്പം അതാണ് സൂത്രം. വയറ് ഫുള്ളാക്കിയാൽ പിന്നെ മൃഗങ്ങളെ പിടിക്കാൻ എളുപ്പമാണല്ലോ. മിന്നു, ഇത് കേളുവിൻ്റെ ചതിയാ, ഓടാൻ വയ്യാതാകുമ്പോൾ പിടിക്കാൻ. അയ്യോ, ഇനി എന്ത് ചെയ്യും കലുലു? ഒരു സൂത്രമുണ്ട്. അമ്മേ, തല കറങ്ങുന്നേ. അയ്യോ. ഹേ, എടാ കേളു, ഇവർക്കെല്ലാം എന്തു പറ്റി? ഒരു പിടിയുമില്ലല്ലോ തിരുമേനി. മണ്ടരി രോഗമായിരിക്കും. ഞാനൊന്ന് നോക്കട്ടെ. ഹമ്പടാ, ഇപ്പൊ പിടികിട്ടി. ഇത് വിഷം വെച്ച ക്യാരറ്റാ. ഇവരെല്ലാം വടിയായി. ഞേ, അതാര് വിഷം വെച്ചത്? തിരുമേനി, നാളെയല്ലേ നിങ്ങളുടെ ഇറച്ചി തീറ്റ മത്സരം. ഇവരെ തിരുമേനിയെ കൊണ്ട് തീറ്റിക്കാനായിരുന്നു പ്ലാൻ. ഹമ്പടാ, നീ എന്നെ വിഷം തീറ്റിക്കും അല്ലേടാ? നിന്നെ ഞാൻ തിന്നടാ ഈ ക്യാരറ്റ് മുഴുവൻ. അയ്യോ, ഇനി തിന്ന എൻ്റെ വയറ് പൊട്ടുവേ. തിന്നടാ ബാക്കി കൂടി. തീറ്റ മത്സരത്തിൽ കേളിച്ചേട്ടന് എന്നെ ഫസ്റ്റ് പ്രൈസ്.